നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വൈകിട്ടത്തെ വീഡിയോ, അതായത് 29/5/2026 വെള്ളിയാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടുകയാണ്, കർഷകരുടെ പ്രതീക്ഷയ്ക്കകത്ത്. അതേസമയം സ്വർണ്ണവില വീണ്ടും കൂടി. ഇറാനും ഇസ്രായേലും US കൂടെ ഒരുമിച്ചുള്ള യുദ്ധത്തിൽ 60 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടി സ്വർണ്ണത്തിന് വീണ്ടും വില കൂടി. ഇനി സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 14,450, ഒരു പവന് 1,15,600 അതുപോലെ 24 ക്യാരറ്റ് 15,764, ഒരു പവന് 1,26,112 അതുപോലെ 18 ക്യാരറ്റ് 11,823, ഒരു പവൻ 94,584. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. ഇന്ന് വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 145 രൂപ, ഒരു പവൻ്റെ മുകളിൽ 1,160 രൂപയാണ് കൂടിയിരുന്നത്. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 254 രൂപ 50 പൈസ, RSS 5 കിലോ 251 രൂപ 50 പൈസ, ISN 208, ലാറ്റക്സ് 60% DRC 161 രൂപ 70 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 254 രൂപ 50 പൈസ, RSS 5 കിലോ 251 രൂപ 50 പൈസ. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 245 രൂപ 50 പൈസ, RSS 5 കിലോ 252 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 151, 60% DRC ഒട്ടുപാൽ കിലോ 113 രൂപ 25 പൈസ. ഇനി വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 287 രൂപ 10 പൈസ, RSS 5 286 രൂപ 66 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 രൂപയാണ് റബ്ബർ വിലയിൽ കൂടിയത്. ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞതും ഡോളർ ബോണ്ട് തകർന്നതും സ്വർണത്തിന് തിരിച്ചു കയറാനുള്ള അവകാശമായി. സ്വർണ്ണവില കുറഞ്ഞിരുന്നു, ഇന്ന് കൂടുകയും. അതിലും സ്കൂൾ വേനൽക്കാല അവധി കഴിഞ്ഞ ശേഷം വീണ്ടും സ്കൂൾ തുറക്കാൻ പോവുകയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളും മഴയാണ് ഇപ്പോൾ. ഇനി എന്തായാലും UDF സർക്കാരിൻ്റെ പുതിയ നിയമസഭാ സമ്മേളനം. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി. വനിതാ സൗഹൃദ പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ദിരാ മുന്നോട്ടെന്നും ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടവും വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ച് VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനം. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാണെന്നും വെല്ലുവിളികളെ അവസരമാക്കി മാറ്റുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. സ്വകാര്യ മേഖലയിൽ സ്ത്രീകൾക്ക് 6 മാസം വരെ പ്രസവാവധിയാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. 1 മണിക്കൂർ 13 മിനിറ്റ് വരെയാണ് നയപ്രസംഗം നീണ്ടുനിന്നത്. KSRTC എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര നടപ്പാക്കും. സർക്കാർ ആഗ്രഹിക്കുന്ന ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള സുതാര്യ ഭരണം, ക്ലീൻ ഗവേണൻസ് സർക്കാർ മുദ്രാവാക്യമെന്നും പ്രഖ്യാപനം. കേരളത്തിലെ പോലീസ് സംവിധാനം ആധുനികവൽക്കരിക്കുമെന്നും ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും കുറഞ്ഞ ചെലവിൽ സംസ്ഥാനത്ത് ചികിത്സകൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപനം. കൃഷി ലാഭകരമായ തൊഴിൽ മേഖലയാക്കും, കേരളത്തെ അനാഥരില്ലാത്ത സംസ്ഥാനമാക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു. അതായത് ഈ തിയറികളെല്ലാം വളരെയേറെ പ്രാക്ടിക്കലായിട്ട് പോകട്ടെ, ജനങ്ങൾക്ക് പ്രയോജനകരമായ എല്ലാ പ്രവൃത്തികളും നടപ്പിലായി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.